ബിഹേവിയറൽ തെറാപ്പി ഒരു സയന്റിഫിക് എവിഡൻസ് ബേസ്ഡ് അപ്രോച്ച് ആണ്. സയന്റിഫിക് പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിംഗ് സിസ്റ്റമാറ്റിക് ആയി അപ്ലൈ ചെയ്തുകൊണ്ട് മാലഡപ്റ്റീവ് ബിഹേവിയേഴ്സിനെ ചേഞ്ച് ചെയ്ത് അഡാപ്റ്റീവ് ബിഹേവിയേഴ്സിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു ഫോം ഓഫ് സൈക്കോതെറാപ്പിയാണ് ബിഹേവിയറൽ തെറാപ്പി. ബിഹേവിയർ തെറാപ്പിയുടെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ബിഹേവിയേഴ്സ് ക്യാൻ ലേൺ എന്നതാണ്. അതായത് ജനറലി ഒരു കുട്ടി ഒരു ബിഹേവിയർ ലേൺ ചെയ്താൽ അത് റീപ്ലേസ് ചെയ്യുന്നതിനേക്കാൾ സാധ്യത അത് പെർസിസ്റ്റ് ചെയ്യാനാണ്. സോ ബിഹേവിയറൽ തെറാപ്പിയിലൂടെ നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ലേൺ ചെയ്യാൻ സാധിക്കും. ബിഹേവിയറൽ തെറാപ്പിയുടെ മറ്റൊരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ബിഹേവിയേഴ്സ് ക്യാൻ ചേഞ്ച് എന്നതാണ്. അതായത് ബിഹേവിയറൽ തെറാപ്പിയിലൂടെ സ്ട്രക്ചേർഡ് ഇൻ്റർവെൻഷൻസ് അപ്ലൈ ചെയ്തുകൊണ്ട് അൺഡിസൈർഡ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ചേഞ്ച് ചെയ്ത് അപ്രോപ്രിയേറ്റ് ബിഹേവിയേഴ്സ് റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. എന്തിനാണ് ബിഹേവിയറൽ തെറാപ്പി ചെയ്യുന്നത്? വീടുകളിലും സ്കൂളുകളിലും കൂടാതെ ഏതൊരു സോഷ്യൽ സെറ്റിങ്ങിലും പ്രോപ്പർ ഫങ്ഷനിങ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക എന്നതാണ് ബിഹേവിയറൽ തെറാപ്പിയുടെ പ്രധാന ലക്ഷ്യം. ഓട്ടിസം, ADHD പോലുള്ള ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് ഉള്ള കുട്ടികൾക്കും ആങ്കർ, ടാൻട്രംസ്, ആൻസൈറ്റി പോലുള്ള ഇമോഷണൽ ഓർ ബിഹേവിയറൽ ചാലഞ്ചസ് മാനേജ് ചെയ്യുന്നതിനും കമ്മ്യൂണിക്കേഷൻ, സെൽഫ് ഹെൽപ്പ് സ്കിൽസ് പോലുള്ള ഡെയിലി സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുന്നതിനും ബിഹേവിയറൽ തെറാപ്പി ഹെൽപ്പ് ചെയ്യുന്നു. ബിഹേവിയറൽ തെറാപ്പി എന്ന് പറയുന്നത് ജസ്റ്റ് ചാലഞ്ചിങ് ബിഹേവിയേഴ്സിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് ഇൻഡിവിജ്വൽസിനെ അവരുടെ നീഡ്സ് മനസ്സിലാക്കാനും സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും അതുവഴി അവരുടെ ഗ്രോത്ത് ഫോസ്റ്റർ ചെയ്യാനും സഹായിക്കുന്ന ഒന്നാണ്. താങ്ക് യു.